സതീശേട്ട റിനിയെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാട്ടോ. ഇങ്ങനെ പറയുന്ന കോൺഗ്രസ്സുകാരും UDFകാരുമാണ് സോഷ്യൽ മീഡിയയിൽ കൂടുതലും. ഇങ്ങനെ പറയാൻ പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനമായത് സത്യപ്രതിജ്ഞ ചടങ്ങിൽ റിനി പങ്കെടുത്തതും സെൽഫി എടുത്തതും ഫോട്ടോ എടുത്തതും അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചതുമൊക്കെയാണ്. തുടർന്ന് റിനി ഒരു CPMന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്ന വീഡിയോയും വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ഇവളൊരു പക്ക കമ്മിയാണ് എന്നാണ് അവർ പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് ശ്രീ VD സതീശനോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മറ്റു നേതാക്കളോ അത്ഭുതപ്പെടുമെന്ന് തോന്നുന്നില്ല. കാരണം VD സതീശന് നന്നായി അറിയാം ഇവരൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ ആളാണ് എന്നുള്ളത്. VD സതീശന്റെ ഫാമിലി ഫ്രണ്ട് കൂടിയാണല്ലോ റിനി. അപ്പോൾ അവരുടെ രാഷ്ട്രീയവും അവരുടെ കാഴ്ചപ്പാടൊക്കെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ അറിയുന്നുണ്ടാവും. അതുതന്നെയാണ് ഇവിടെ കോൺഗ്രസ് പ്രവർത്തകർക്കും UDF പ്രവർത്തകർക്കും വലിയ തലവേദനയായി നിൽക്കുന്നത്. കാരണം ഏത് നിമിഷവും ആക്രമിക്കപ്പെടാനുള്ള സാധ്യതകളുള്ള പാർട്ടിയാണ് കോൺഗ്രസ് ഭരണപക്ഷത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധം എന്ന് പറയുന്നത്, അവരുടെ മൂർച്ചയുള്ള ആയുധം എന്ന് പറയുന്നത് സ്ത്രീയാണ്. അതുകൊണ്ടാണ് കൂടുതലായിട്ടും സതീശേട്ടനോട് സൂക്ഷിക്കണം എന്ന് പറയുന്നത്. ഏത് നിമിഷവും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം കഴിവുള്ള ഒരാൾ കൂടിയാണ് റിനി എന്നാണ് അവര് പറഞ്ഞു വെക്കുന്നത്. ഇവിടെ പ്രധാനമായി കാണേണ്ട ഒരു കാര്യം, റിനി ഒരു ആക്ട്രസ് ആണ്, ഒരു കലാകാരിയാണ്. അങ്ങനെ അതുകൊണ്ടാണ് ആ ഒരു ചടങ്ങിൽ പങ്കെടുപ്പിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ രീതിയിൽ ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ്. കാരണം റിനി ഉർവശിയെ പോലെയോ ശോഭനയെ പോലെയോ മഞ്ജു വാര്യരെ പോലെയോ ഇവൻ ഇപ്പോൾ ലാസ്റ്റ് വന്ന അനശ്വരയെ പോലെയോ ഒന്നും തന്നെ തൻ്റെ അഭിനയ മികവ് വലിയ രീതിയിൽ ജനങ്ങളുടെ മുന്നിൽ കാഴ്ചവെക്കാത്ത ഒരു നടിയാണ്. അവരെ ആരാണ് നടി എന്നായി അംഗീകരിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാവുന്നില്ല. ഇവൻ ഒരു ഷോർട്ട് ഫിലിമിലെങ്കിലും അവനൊരു നന്നായി അഭിനയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ജനത്തിനെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്തിട്ടുള്ളതായിട്ടുള്ള അറിവില്ല. അപ്പൊ അങ്ങനെ ഒരാളെ പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നത്? അത് വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്നതാണ്. ഒരുപാട് യുവജനങ്ങളെയും വൃദ്ധരെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന, അവരൊക്കെ ഇഷ്ടപ്പെടുന്ന കോൺഗ്രസിന്റെ ഒരു നേതാവിനെ വീട്ടിലിരുത്തിയ ഒരാൾ കൂടിയാണ് റിനി. അതുകൊണ്ട് നാളെയും റിനിയുടെ വാക്കുകൾ ഏത് രീതിയിലൊക്കെ കോൺഗ്രസിനെ ബാധിക്കും എന്നുള്ള ആശങ്കയാണ് ഇവർക്കുള്ളത്. ശ്രീ K മുരളീധരൻ, ശ്രീ വിഷ്ണുനാഥ്, ശ്രീ സണ്ണി ജോസഫ് ഇവരുടെ ഒക്കെ ഒപ്പം ഫോട്ടോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇതിനൊന്നും വലിയ രീതിയിൽ മറുപടി പറയാൻ കോൺഗ്രസിന് ഒരു അവസരം ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത്. കാരണം മുൻ അനുഭവങ്ങളാണ്. അച്ഛന്റെ പ്രായമുള്ള ഒരാളെയാണ് വർഷങ്ങളോളം മാധ്യമങ്ങളും കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളുമൊക്കെ വേട്ടയാടിയത്. സരിത എന്നൊരു സ്ത്രീ ഉണ്ടാക്കിയ ഓളം ഇനി റിനിയിലൂടെ ആവർത്തിക്കരുത് എന്നാണ് സർക്കാരിനോടും മുഖ്യമന്ത്രിയോടും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള കോൺഗ്രസ് പരിപാടികളിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ പരിപാടികളിൽ റിനിയെ ഉൾപ്പെടുത്താതിരിക്കുക, പുട്ടിൽ തേങ്ങയിടുന്ന പോലെ എല്ലാത്തിനും റിനി വേണം എന്നുള്ളൊരു വാശി തുടർന്ന് അങ്ങോട്ട് ഉണ്ടാവാതിരിക്കുക എന്നുള്ളതൊക്കെയാണ് ജനം ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്നവർ, UDFനെ ഇഷ്ടപ്പെടുന്നവർ, UDFകാരും ഒക്കെ ആഗ്രഹിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള കാലങ്ങളിൽ ഒരു സ്ത്രീയുടെ പേരിൽ കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ അല്ലെങ്കിൽ UDF നേതാക്കൾ ആരും തന്നെ ആക്രമിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു ആഗ്രഹവും ഇതിന്റെ പിന്നിലുണ്ട്. അതൊക്കെ നേതാക്കൾ മനസ്സിലാക്കുന്നതാണ്. ആരെങ്കിലും പല്ലിളിച്ച് കാണിച്ചാൽ ശരി ഇന്ന ഒരു ഫോട്ടോ എടുത്തേക്കാം എന്ന് പറയുന്ന ആ ഒരു രീതി നല്ലതാണ്. നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല വന്നിരിക്കുന്നവർ എത്ര ഫ്രോഡാണോ അല്ലെങ്കിൽ നല്ലവരാണോ എന്നുള്ളതൊക്കെ. പക്ഷെ ഇത് സതുദ്ദേശത്തോടു കൂടിയാണോ തങ്ങളെ സമീപിക്കുന്നത് എന്നുള്ളത്, ഈ 2 മാസ്റ്റർ ഡിഗ്രിയും എല്ലാ വിദ്യാഭ്യാസ യോഗ്യതകളുമുള്ള മന്ത്രിമാരാണ് ഇന്ന് ഉള്ളത്. ആ ഒരു ക്വാളിറ്റിയെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് കാണിക്കണം എന്നുള്ളതാണ് ഇവിടെ ഓരോ UDF പ്രവർത്തകരും ആഗ്രഹിക്കുന്നത്. നാളെ ഇതൊക്കെ തിരിച്ചടി വരുമ്പോൾ ഈ മാസ്റ്റർ ഡിഗ്രിയും ഈ എക്സ്പീരിയൻസും ഒന്നും തന്നെ നിങ്ങളെ രക്ഷിക്കാൻ ഉണ്ടാവില്ല എന്നുള്ളത് ഉത്തമ ബോധ്യം ഉണ്ടാവണം. അതിന് ഒരു സാമാന്യ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മാത്രം മതി. ഇത്തരത്തിലുള്ള പരിപാടികളിൽ തലവേദന ഉണ്ടാക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ആളുകൾ നമ്മളെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നല്ലതല്ല എന്നുള്ളൊരു ബോധം ഉണ്ടായാൽ മാത്രം മതി. ഫോട്ടോഷോപ്പും AI ഒക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മുൻകാലങ്ങളിൽ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് പ്രചരിപ്പിച്ച ഉമ്മൻചാണ്ടിയുടെയും സരിതയുടെയും ഒക്കെ ഫോട്ടോസുകൾ വലിയ തോതിൽ ജനം അത് തിരിച്ചറിയാതെ ആക്രമിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്
ഉമ്മൻചാണ്ടി സാർ. അപ്പോൾ ആ രീതിയിലേക്കൊന്നും കാര്യങ്ങളെ കൊണ്ടുപോയി എത്തിക്കരുത്. മാത്രമല്ല വി.ഡി. സതീശൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയത്തിൽ ഒരു വൺ മാൻ ഷോ നടത്തുന്ന ഒരാൾ കൂടിയാണ് എന്നുള്ളത് വളരെ വ്യക്തമായി തെളിഞ്ഞിരിക്കുകയാണ് ഈ മന്ത്രി സ്ഥാനം ചൊല്ലിയുള്ള തർക്കത്തിലടക്കം ജനങ്ങൾക്ക് മനസ്സിലായത്. മുൻകാലങ്ങളിൽ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോൾ യുവജനക്ഷേമ മന്ത്രിയായ OJ ജനീഷ് പറഞ്ഞത് യൂത്ത് കോൺഗ്രസിന്റെ കാര്യങ്ങളൊന്നും തൽക്കാലം പ്രതിപക്ഷ നേതാവ് പറയണ്ട, അത് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്നുള്ള ഒരു വിഭിന്നമായ സ്വരമാണ്. അപ്പോ അങ്ങനെയുള്ള ഒരാളെ ആക്രമിക്കപ്പെടുമ്പോൾ വെള്ളാപ്പള്ളി നടേശനും അങ്ങനെ പുറമേ നിന്ന് പലരും വി.ഡി. സതീശനെ ആക്രമിച്ചപ്പോഴൊന്നും തന്നെ ഒരുത്തനും അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞതായി ഓർമ്മയിലില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒരേ ഒരു മനുഷ്യൻ കെ മുരളീധരനാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ തന്നെയാണ് ഇപ്പോഴും വി.ഡി. സതീശൻ നിൽക്കുന്നത് എന്നും അതുകൊണ്ട് ഒരു ആക്രമണം സംഭവിച്ചാൽ എത്ര പേരെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവുമെന്നും കണ്ടറിയേണ്ടി വരും കോശി എന്നുള്ളതാണ്. അതിന് ഒരൊറ്റ കാര്യമേ ചെയ്യാനുള്ളൂ. ഇത്തരത്തിലുള്ള ആളുകളെ മിനിമം സെൻസ് വെച്ച് മനസ്സിലാക്കി അവരോടൊപ്പം അല്ലെങ്കിൽ അവർ പങ്കെടുക്കുന്ന വേദിയിൽ അല്ലെങ്കിൽ നമ്മൾ പങ്കെടുക്കുന്ന വേദി അവർ ഉണ്ട് എന്ന് പരിശോധിച്ചതിന് ശേഷം അവരില്ലാതിരിക്കുക എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങൾ നീക്കുന്നതായിരിക്കും പാർട്ടിക്കും സർക്കാരിനും ജനങ്ങൾക്കും നല്ലത്. നിങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അത് അബദ്ധത്തിലാവുമ്പോൾ അത് വലിയ വലിയ കാര്യങ്ങൾക്ക് വഴി തെളിയിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും ഒരു ഉമ്മൻചാണ്ടിയെ കേരളം ആഗ്രഹിക്കുന്നില്ല. അതായത് വീണ്ടും ഒരു ഉമ്മൻചാണ്ടിയെ ആക്രമിച്ചതുപോലെ, ഒരു കോൺഗ്രസ് നേതാവിനെ സ്ത്രീയെ ഉപയോഗിച്ച് ആക്രമിച്ചതുപോലെ, രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിച്ചതുപോലെ ഇനിയൊരു ആക്രമണം താങ്ങാനുള്ള ശേഷി കോൺഗ്രസിന് ഉണ്ടാവുമോ എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുകയാണ്. ആ ഒരു ചോദ്യത്തിന് അങ്ങനെ ഒരു കാര്യം ഇനി ഉണ്ടാവാതിരിക്കട്ടെ. ഉണ്ടായാൽ തീർച്ചയായും ഒരുപക്ഷെ കോൺഗ്രസ് നേരിടുമായിരിക്കും. അത് ഒന്നും കോൺഗ്രസിനെ ഒരിക്കൽ പോലും മുറിവേൽപ്പിക്കുകയില്ല എന്ന് വീരവാദം പറയാൻ സാധിക്കുമായിരിക്കും. പക്ഷെ കാലങ്ങളൊക്കെ അതിലൂടെ വലിയ രീതിയിൽ കടന്നു പോകും. ഒരുപാട് കാലം കഴിഞ്ഞ് വീണ്ടും അധികാരത്തിൽ വരുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതിനൊന്നും കോൺഗ്രസ് ഇനി വഴിയൊരുക്കാതിരിക്കട്ടെ, അതിന് ഇനി കാരണമാകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പൊതുജനത്തിന് സർക്കാരിനോട് പറയാനുള്ളത്. അത് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം നിർത്തുന്നു. നന്ദി, നമസ്കാരം.